നമ്മളെപ്പോഴും കാണുന്ന പയ്യനല്ലേ. മരണപ്പെട്ട പയ്യനോ രണ്ടുപേരും എപ്പോഴും അനിയന്മാരെ അവനെ എടുത്തിരുത്തിക്കൊണ്ട് വരുന്നതാണ്. പരസ്പരം നല്ല സ്നേഹത്തിലായിരുന്നു. രണ്ടുപേരും പരസ്പരം നല്ല സ്നേഹത്തിലായിരുന്നു. അവനെ തന്നെയല്ലേ കൊണ്ടു നടക്കുന്നത്. അവനെല്ലാം വാങ്ങിക്കൊടുക്കുകയും കൊണ്ടു നടക്കുകയും പള്ളിയിൽ കൊണ്ടുപോവുകയും എല്ലാം ചെയ്യുന്നവൻ തന്നെ. അദ്ദേഹം എന്ന് പറയുമ്പോൾ നമ്മളാരും വിശ്വസിക്കുന്നത് ഇന്നത്തെ ഒരു തലമുറ ഈ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ ഇനി എന്തായിരിക്കും സംഭവം എന്നറിയില്ല. കാരണം അവർ സ്വയം മറന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ്. ഇതെന്താണ് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പറയാനില്ല. ഇതിൽ പോലീസോ നീതിപരമോ മറ്റുള്ള ആരും നിയമങ്ങളൊന്നും ഇതിനൊരു കിട്ടുന്നവർ പോവുക, ഇതുപോലെ ഉപയോഗിക്കുക, ഓൺലൈൻ വഴിയും മറ്റുള്ള ഇതിലും കടം വരുത്തി വെച്ച് മാതാപിതാക്കളെ ഇങ്ങനെ കൊല്ലാൻ തുടങ്ങിയാൽ എവിടെ ചെന്ന് അവസാനിക്കും? തീർച്ചയായും സൈഫുദ്ദീൻ, അവരുടെ വാക്കുകളിൽ ആ ഞെട്ടലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അത് വ്യക്തമാണ് അവർ പറയുമ്പോൾ ഏത് രീതിയിലാണ് ഈ മരണങ്ങളെ അവർ ഉൾക്കൊള്ളുന്നത് എന്നുള്ളത്. സൈഫുദ്ദീൻ പറഞ്ഞതുപോലെ ഓരോ മരണവും ഞെട്ടലുണ്ടാക്കുന്നതാണ്. ഒന്ന് ക്യാൻസർ രോഗിയായ ഒരു മാതാവാണ്, മറ്റൊന്ന് 88 വയസ്സായ ഒരു വൃദ്ധ മാതാവ്, ഒരു ചെറുപ്പക്കാരി 22 വയസ്സ് പ്രായമുള്ള മിടുക്കിയായ ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടി, ഒരുമിച്ച് താമസിച്ചിരുന്ന മധ്യവയസ്കരായ 2 ദമ്പതിമാർ. ഇവരിൽ ആരുടെ മരണമാണ് ഏറ്റവും ദാരുണമെന്ന് ചോദിച്ചാൽ നമുക്ക് പക്ഷേ ഉത്തരമുണ്ടാവില്ല. പക്ഷേ ഈ 14-കാരൻ്റെ തൻ്റെ കൂട്ടുകാർക്കൊപ്പം അന്ന് പകൽ പരീക്ഷ എഴുതി തിരിച്ച് വീട്ടിലേക്ക് പ്രതീക്ഷയോടെ സന്തോഷത്തോടെ വന്ന് കയറിയ 14-കാരൻ്റെ മരണം നമ്മളെയൊക്കെ വേദനിപ്പിച്ചു എന്ന് തന്നെ പറയാം. അത് വീട്ടിലേക്ക് സംഭവത്തെക്കുറിച്ച് പോലീസിന് നൽകിയ മൊഴി അടിസ്ഥാനപ്പെടുത്തുകയാണെങ്കിൽ, പ്രതി പറഞ്ഞ മൊഴി അടിസ്ഥാനപ്പെടുത്തുകയാണെങ്കിൽ, എല്ലാ കൊലപാതകങ്ങളും ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് അഹ്സാൻ വീട്ടിലേക്ക് കയറി വരുന്നത്. വീട്ടിലേക്ക് കയറി വന്ന അഹ്സാനെ മന്തി മേടിച്ചു തരാം എന്ന് പറഞ്ഞ് പണം നൽകി മന്തി മേടിക്കാൻ പറഞ്ഞു വിടുകയും പിന്നെ ഓട്ടോയിൽ തിരിച്ചെത്തി മന്തിയുടെ സാധനങ്ങൾ, അതിൻ്റെ ഈ മയണൈസും പെപ്സിയും അടക്കമുള്ള സാധനങ്ങൾ സിറ്റ് ഔട്ടിലെ കസേരയിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. അത് അവിടെ തന്നെ ഇരിപ്പുണ്ട്. അത് അവിടെ വെച്ചതിന് ശേഷം വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറുന്ന ഘട്ടത്തിൽ നേരെ മുഖത്തിന് ചുറ്റിക വെച്ച് അടിക്കുകയായിരുന്നു എന്നാണ് പ്രതി മൊഴിയിൽ പറഞ്ഞിട്ടുള്ളത്. ആ നിലയിൽ ക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു. പക്ഷേ ഇന്നലെ വരെ ആ നിലയിലൊരു കാഴ്ചയല്ല അഫാനും അഹ്സാനും തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ച് നാട്ടുകാർക്ക് പറയാനുള്ളത്.